ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानो सुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्य च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 6-ാമത്തെ അധ്യായം 35-ാമത്തെ ശ്ലോകം നിർത്തും. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യത്തെ. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം अभ्यासेन तु कौन्तेय वैराग्येन च गृह्यते. श्रीदेवी माता जी. हरे कृष्ण. ओम नमो भगवते वासुदेवाय. श्री भगवान वाच असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्तेय वैराग्येण च गृह्यते. हरे कृष्ण. कृष्ण प्रिय माता जी. हरे कृष्ण. श्री भगवान उवाच असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्तेय वैराग्येण च गृह्यते. गृह्यते. हरे कृष्ण. सावित्री माता जी. हरे कृष्ण. हरे कृष्ण. ओम हरे नमो कृष्ण. भगवते वासुदेवाय. श्री भगवानुवाच असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्तेय वैराग्येण च गृह्यते. हरे कृष्ण. हरि बोल. विनोदिनी माता जी. विनोदिनी माता जी അവിടെ. कृष्ण. हरे कृष्ण प्रभु जी. हरे कृष्ण. ओम नमो भगवते वासुदेवाय. असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्तेय वैराग्येण च गृह्यते. हरे कृष्ण. प्रिय माता जी. हरे कृष्ण. श्री भगवानुवाच असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्तेय वैराग्येण च गृह्यते. हरे कृष्ण. അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തില് വായിക്കുമോ കൃഷ്ണപ്രിയ മാതാജി? ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇവിടെ ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നത് എന്താണ്? ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലഭദ്രിടം തസ്യാഹം നിഗ്രഹം മന്യേ വായുർ ഇവ സുനിഷ്ഠൻ. മനസ്സ് വളരെ ചഞ്ചലമാണ്, റെസ്റ്റ്ലെസ് ആണ്, ഒബ്സ്റ്റിനേറ്റ് ആണ്, അല്ലെ? അതേപോലെ സ്ട്രോങ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആലോചിച്ച് നോക്കണം, അർജുനൻ 5000 വർഷം മുമ്പേ, ആ സമയത്ത് 5000 വർഷം മുമ്പേ ആണ് സംഗതി, ദ്വാപര യുഗത്തിൽ, അല്ലെ? എൻഡ് ഓഫ് ദ്വാപര
ഇത്രയും മഹാനായിട്ടുള്ള ഭഗവാന്റെ സ്വന്തം സുഹൃത്ത് ബന്ധമുള്ള അതേപോലെ ഭക്തനായിട്ടുള്ള ആ അർജുനന് ഇത് സാധിക്കില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ചിന്തിക്കാനും കൂടി പറ്റും. അത് മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ശക്തി അർജുനെ പോലുള്ള ഒരാൾക്കില്ലെങ്കിൽ നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും? അർജുനാണ് പറയുന്നത് ഭഗവാനോടെ ചഞ്ചലം, മനസ്സ് ചഞ്ചലമാണ്. എനിക്ക് വായുവിനെ വേണമെങ്കിൽ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവില്ല. അപ്പൊ എന്താണ് ഭഗവാൻ എന്നതിന്റെ മറുപടിയായിട്ട് പറയുന്നത്? അസംശയം മഹാബാഹു. ശരിയാണ് അർജുന, ഒരു സംശയമില്ല, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ സാധിക്കും. എങ്ങനെയാണ് സാധിക്കുക? അഭ്യാസേനത് കൗന്ദേയ അഭ്യാസേന വൈരാഗ്യേന ചക്രിയതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഇത് സാധിച്ചെടുക്കാനാണ്. വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ അതിൽ യാതൊരു സംശയവുമില്ല, സമ്മതിക്കുന്നു. പക്ഷേ നമ്മളുടെ കോൺസ്റ്റന്റ് പ്രാക്ടീസ് കൊണ്ട്, നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ടും അതേപോലെ വൈരാഗ്യം കൊണ്ടും ഇത് സാധിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. Okay, so Lord Sri Krishna said, "O mighty armed son of Kunti, it is undoubtedly very difficult to curb the restless mind, but it is possible by suitable practice and by detachment." എന്തുകൊണ്ടാണ് മനസ്സ് ഇങ്ങനെ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ വരുമ്പോൾ മനസ്സ് അങ്ങോട്ട് പായും. നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ചിന്ത. മനസ്സിന് എന്താണ്, വേറെ ഒന്നുമില്ല. ഒരു നിമിഷം അത് അക്സെപ്റ്റ് ചെയ്യുന്നു, മറ്റേ നിമിഷം അത് റിജക്റ്റ് ചെയ്യുന്നു. മനസ്സിന്റെ രണ്ട് ഇതാണ് സങ്കല്പം, വികല്പം, അക്സെപ്റ്റിംഗ് ആൻഡ് റിജക്റ്റിംഗ്. പിന്നെന്താണ്? തിങ്കിങ്, വില്ലിങ് ആൻഡ് ഫീലിംഗ്. ഇത് 3 ആക്ടിവിറ്റീസ് ആണ് മനസ്സ് ചെയ്യുന്നത്. എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വില്ലിങ്, ഫീലിംഗ്, അത് ആ ഒരു എക്സ്പീരിയൻസ്, അനുഭവം, അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ 3 ഫീച്ചേഴ്സാണ് മനസ്സിൻ്റെ. അപ്പൊ ഇത് നമ്മളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ 24 മണിക്കൂറും അതന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കായിരിക്കും, അല്ലേ? നമ്മൾ ചെയ്യുന്നത് വേറെ ജോലിയായിരിക്കും, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരാളോട് വഴക്ക് കൂടി നമുക്ക് തോന്നുകയാണ്, ഒരു കുറ്റബോധം, അയ്യോ വഴക്ക് കൂടാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്ത് തെറ്റായി, ഒരു ഗിൽറ്റി കോൺഷ്യസ്. നമ്മൾ അത് മറക്കാൻ ശ്രമിച്ചാൽ, എത്ര മറക്കാൻ ശ്രമിക്കുന്നു, അത് അത്രയും വീണ്ടും വീണ്ടും സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരും, അല്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, മനസ്സ് എപ്പോഴും ഒരു ചിന്ത അല്ലെങ്കിൽ മറ്റ് ഒരു മണിക്കൂറിലോ എത്രയാണ്, 60,000 തോട്ട്സോ, ഒരു മിനിറ്റിലാണോ, എന്താണ്, അങ്ങനെയാണ്, ഓർമ്മയില്ല, ഒരു മിനിറ്റിലാണ് 60,000 തോട്ട്സ്, അങ്ങനെ എന്തോ തോന്നും. അത്രയും തോട്ട്സ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ആലോചിച്ച് നോക്കൂ, എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും? ഇത്രയും തോട്ട്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അർജുനൻ പറയുന്നത്, എനിക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിർത്താൻ പറ്റില്ല, അത്രയും റെസ്റ്റ്ലെസ് ആണ്. ആ മനസ്സിനെ നമ്മളുടെ പുരാണങ്ങളിൽ എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കുരങ്ങനോട്. ആ സ്റ്റോറി പലതവണ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ കുരങ്ങന്റെ മനസ്സെന്ന് പറയുന്നില്ലേ, കുരങ്ങൻ ഒരു ശാഖയിൽ നിന്ന് മറ്റു ശാഖയിലേക്ക് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സും ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക്, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക്, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ഇതിങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അതിനെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് പിടിച്ചിരിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കെല്ലാവർക്കും മനസ്സുണ്ട്. കൃഷ്ണപ്രിയ മാതാജിയുടെ മനസ്സ് എവിടെ ഇപ്പോ? ക്ലാസ്സിൽ ഇപ്പൊ ഭഗവത്ഗീതയിലാണ്, അല്ലേ? ചില സമയത്ത് നമ്മള് കുരങ്ങൻ ചാടണത് ഇങ്ങനെ രംഗം ഓർമ്മ വന്നു. നമ്മള് ഭഗവത്ഗീത ക്ലാസ്സിൽ ഇരുന്നിട്ടും ആലോചിക്കുന്ന വേറെ വല്ലതായിരിക്കും. ചിലപ്പോ നമ്മളെ മനസ്സ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഇവിടെ ഉണ്ടായിരിക്കും, ക്ലാസ്സിലുണ്ടായിരിക്കും, പക്ഷെ മെന്റലി നമ്മൾ വേറെ എവിടത്തെങ്കിലും, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഫോക്കസ് കിട്ടില്ല, നമ്മളെ മനസ്സ് അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ എങ്ങനെ ഒരു കുരങ്ങൻ ഒരു ശാഖയിൽ നിന്ന് മറ്റു ശാഖയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ നമ്മുടെ മനസ്സും ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക്
ചാടിക്കൊണ്ടേയിരിക്കും. ചിന്തയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? ആ മനസ്സിനെ ഒരു ഹയർ പർപ്പസിലേക്ക് നയിക്കുക, എൻഗേജ് ചെയ്യുക. ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യുന്ന പോലെ മനസ്സിനെയും നമ്മൾ എൻഗേജ് ചെയ്യണം. ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് എന്താണ്? ഹരിനാമജപം. മന്ത്ര. മന ഇതി ത്രായതേ മന്ത്ര. മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു വഴി മന്ത്ര, ഭഗവാന്റെ ഹരിനാമം. ഭഗവാന്റെ ഹരിനാമം നമ്മൾ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കും ഭഗവാന്റെ കൃപ കടാക്ഷം കൊണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിനെ ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോൾ നമുക്ക് മനസ്സിന് എജിറ്റേഷൻ വരുന്നു, അപ്പോൾ ഒക്കെ എന്താണ് ചെയ്യേണ്ടത്? ഹരിനാമം ചൊല്ലുക, മാലെടുക്കുക, ഹരിനാമം ചൊല്ലുക, വേറെ ഒന്ന് ഫോക്കസ് ഓൺ ദ ഹോളി നെയിം. അപ്പോൾ താനെ മനസ്സ് ഒരു കോമ്പോഷറിലേക്ക് വരും, ഇക്വിപ്പോയിസ്ഡ് ആയിരിക്കും, അത് അധികം ചലിക്കില്ല, റെസ്റ്റ്ലെസ് ആവില്ല. അപ്പോൾ ഒരേ ഒരു മെഡിസിൻ ഹരിനാമം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. മനസ്സിനെ നിയന്ത്രിക്കാം. അതേപോലെ നമ്മളുടെ ബുദ്ധിയെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ, അതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ എന്താണ് വഴി? സ്ക്രിപ്റ്റേഴ്സ് വായിക്കാം, നമ്മുടെ ബുക്സ് സ്വാധ്യായം ചെയ്യുക. ഓക്കെ, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഓക്കെ, അത് വായിക്കുക, സ്ക്രിപ്റ്റേഴ്സ് വായിക്കുക. അതേപോലെ നമ്മളുടെ സെൻസസിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യണം. എന്താണ് ചെയ്യുക? എൻഗേജിങ് ഡിവോഷണൽ സർവീസ്. ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യുക. സേവയിൽ ഏർപ്പെടുത്തുക, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തുക. അങ്ങനെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അധ്വാനിച്ചെടുക്കുന്ന പൈസ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, അത് ഇറ്റ്സ് ടെയിൻറ്റഡ് വിത്ത് ബ്ലഡ് ഓർ സിൻഫുൾ ആക്ടിവിറ്റീസ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ പണം എന്താണ് കണ്ടാമിനേറ്റഡ് വിത്ത് സിൻഫുൾ ആക്ടിവിറ്റീസ്. ഡയറക്ട്ലി ആയിരിക്കില്ല, ഇൻഡയറക്ട്ലി ആയിരിക്കാം. നമ്മളിപ്പോൾ ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് യാതൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല, പക്ഷെ എങ്കിലും കൂടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ പണം പറ്റുന്നുണ്ടായിരിക്കും, ശമ്പളമായിട്ടോ വേറെ എന്തെങ്കിലും തരത്തിൽ. അങ്ങനെ അതിൽ മുഴുകിയിരിക്കുന്ന, അതിൽ ഇൻഡൽ ചെയ്യുന്ന ആൾക്കാരുടെ പണം നമ്മൾ പറ്റുമ്പോൾ അത് ടൈൻറ്റഡ് വിത്ത് കണ്ടാമിനേറ്റഡ്, അല്ലേ? ടൈൻറ്റഡ് വിത്ത് കണ്ടാമിനേഷൻ. അപ്പോൾ അത് ഇൻഡയറക്ട്ലി നമ്മളെ ബാധിക്കും. അപ്പൊ അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. എങ്ങനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അങ്ങനത്തെ സമ്പാദ്യം? ഭഗവാന്റെ ഭക്തിയുത സേവനത്തില് ഡൊണേഷൻ കൊടുത്ത്, അപ്പൊ ഒരു ശതമാനം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് കൊടുക്കണം. ഓക്കെ, വൈഷ്ണവന്മാർക്ക്, ഡേറ്റി സർവീസിന്, ഗോ സേവയ്ക്ക്, അങ്ങനെയുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് കൊടുക്കണം. അപ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ സാധാരണ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട്, ഞാൻ അനാഥാലയത്തിന് കൊടുക്കാറുണ്ട്, അവിടെ കൊടുക്കാറുണ്ട്. അത് നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷേ അതേസമയം നമ്മൾ മോഡ് ഓഫ് ഗുഡ്നെസ്സിലായിരിക്കണം കൊടുക്കണം. ദാനം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, സത്വഗുണത്തിലായിരിക്കും ദാനം കൊടുക്കേണ്ടത്. സത്വഗുണത്തിന് അത് മാത്രമല്ല, അപ്രോപ്രിയേറ്റ് പേഴ്സൺ അപ്രോപ്രിയേറ്റ് ടൈമിന് കൊടുക്കണം. ആ റിസീവിങ് പാർട്ടി ആർക്കാണ് കൊടുക്കുന്നത്, അർഹതയുള്ള വ്യക്തിയാണോ നോക്കണം. ആ പൈസ അത് ദുരുപയോഗിച്ചാൽ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ദാനം കൊടുക്കുകയാണ്, നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ആ പൈസ വേറെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നമ്മളാണ് അതിൻ്റെ കാരണക്കാരനായതുകൊണ്ട് അതിൻ്റെ കർമ്മഫലം നമുക്ക്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് സത്വഗുണത്തിലെ ടു അപ്രോപ്രിയേറ്റ് പേഴ്സൺ, ഡിസർവിങ് പേഴ്സൺ ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈമിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടെമ്പിൾ സർവീസ്, വൈഷ്ണവ സേവ, ഗോ സേവ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൊടുത്താൽ നമുക്കറിയാം, നമുക്കറിയുന്ന ആൾക്കാർക്ക് കൊടുക്കും, നമുക്കറിയാം അവർ അത് ദുരുപയോഗിക്കില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളെയും നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ
അർജുനൻ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ വായുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഭഗവാൻ പറയുന്നു മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. എങ്ങനെ? വൈരാഗ്യം കൊണ്ടും അതേപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രാക്ടീസ് കൊണ്ടും അത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. So the difficulty of controlling the obstinate mind as expressed by Arjuna is accepted by the personality of Godhead. But at the same time, he suggests that by practice and detachment, it is possible. By constant practice. നമ്മൾ ഒരു പെർട്ടിക്കുലർ ഹാബിറ്റ് നമ്മൾ വളർത്തിയെടുക്കുകയാണ്. എഴുന്നേൽക്കുന്ന സമയം രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. അങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മൾ കുറേ ദിവസം 4 മണിക്ക് എഴുന്നേറ്റാൽ നമുക്ക് അലാമിൻ്റെ ആവശ്യമില്ല. മനസ്സിൻ്റെ അലാം ഓട്ടോമാറ്റിക്കലി അവിടെ പ്രവർത്തിക്കും. 4 മണി ഉണ്ടെങ്കിൽ നമുക്ക് അലാം ഇല്ലാണ്ട് എഴുന്നേക്കാൻ പറ്റും. ബൈ കോൺസ്റ്റന്റ് പ്രാക്ടീസ് നമുക്ക് സാധിച്ചെടുക്കാം. അതന്നെ ഭഗവാൻ പറയുന്നത്. ആ പ്രാക്ടീസ് വേണം. സോ വാട്ട് ഈസ് ദാറ്റ് പ്രാക്ടീസ്? ഇൻ ദ പ്രസന്റ് ഏജ് no one can observe the strict rules and regulations of placing oneself in a sacred place, focusing the mind on the super soul, restraining the senses and mind, observing celibacy, remaining alone, etc. ഇതെല്ലാം എന്തിനാണ് ആവശ്യം? ഇത്രയും റെഗുലേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് പ്രഭുപാദ? ഇത് അഷ്ടാംഗ യോഗ അല്ലെങ്കിൽ ധ്യാന യോഗ, അതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ധ്യാന യോഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് പ്ലേസിംഗ് വൺസെൽഫ് ഇൻ എ സേക്രഡ് പ്ലേസ്. ധ്യാനയോഗം സേക്രഡ് പ്ലേസിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. സിറ്റിയിലും വീട്ടിലിരുന്നിട്ട് ധ്യാനയോഗം ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? വീട്ടിലിരുന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ധ്യാനയോഗം ചെയ്യാൻ പറ്റുമോ? ധ്യാനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറയും അടുക്കളയിലത്തെ കാര്യം എന്നിൽ നോക്കാൻ പറയും, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടാൻ പറയും. എങ്ങനെ ധ്യാനിക്കാൻ പറ്റുക വീട്ടിലിരുന്നിട്ട്? അപ്പൊ അതിന് സേക്രഡ് പ്ലേസിൽ പോകണം, സെക്ലൂഡഡ് പ്ലേസിൽ പോകണം. ഫോക്കസിങ് ദ മൈൻഡ് ഓൺ ദ സൂപ്പർ സോൾ. ഇത്രയും ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന മനസ്സ് എങ്ങനെയാണ് പരമാത്മാവിൽ കേന്ദ്രീകരിക്കുക? അപ്പൊ നമുക്ക് ഏകാന്തത വേണം, പീസ് ഓഫ് മൈൻഡ് വേണം, ഡിസ്റ്റർബിങ് എലിമെന്റ്സ് പാടില്ല അടുത്ത് എവിടെയും. അതായത് ഒരു സിറ്റിയുടെ ഒരു പട്ടണത്തിൻ്റെയോ ആ ഒരു കോലാഹലം പാടില്ല, മറ്റുള്ളവരുടെ ശല്യം പാടില്ല, സന്ധുബന്ധുക്കളുടെ. അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോഴേ നമുക്ക് ആ മനസ്സിനെ നമ്മുടെ പരമാത്മാവിൽ കേന്ദ്രീകരിക്കാൻ പറ്റും. റിസ്ട്രെയിനിങ് ദ സെൻസസ് ആൻഡ് മൈൻഡ്, ഒബ്സർവിങ് സെലിബസി, റിമൈനിങ് അലോൺ, എറ്റ്സെട്ര. ഇതെല്ലാം ധ്യാനയോഗത്തിന് വേണ്ടുന്ന റെഗുലേഷൻസ് ആണ്. ബൈ ദ പ്രാക്ടീസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, ഹവർ വൺ എൻഗേജസ് ഇൻ 9 ടൈപ്സ് ഓഫ് ഡിവോട്ട് സർവീസ് ടു ദ ലോർഡ്. അപ്പൊ എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 ടൈപ്സ് ഓഫ് ഡിവോട്ട് സർവീസ് നമ്മൾ കൊടുക്കണം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓഫ് സച്ച് ഡിവോഷണൽ എൻഗേജ്മെന്റ്സ് ഈസ് ഹിയറിംഗ് അബൌട്ട് കൃഷ്ണ. ശ്രവണം ആദ്യത്തെ എന്താണ്? ശ്രവണം. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണം, കീർത്തനം. സോ ഈ 9 വിധത്തിലുള്ള നവവിധ ഭക്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അംഗമാണ്, അതായത് ലിംസ് ആണ് ശ്രവണം, കീർത്തനം. ഇത് രണ്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യാൻ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും. ഇത് പവർഫുൾ ആയിരിക്കണം നമ്മുടെ ഈ ലിംസ്. അതായത് ശ്രവണം, കീർത്തനം വളരെ പവർഫുൾ ആണെങ്കിൽ, വളരെ സ്ട്രോങ് ആണെങ്കിൽ, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വൺ ലീഡ്സ് ടു ദ അനദർ അല്ലേ. അപ്പോൾ ആത്മനിവേദനത്തിൽ ഇതിന്റെ മുമ്പിലുള്ള എല്ലാം 8 എല്ലാ അംഗങ്ങളുണ്ട്. ആത്മനിവേദനം എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിന് മുമ്പിലുള്ള 8 അംഗം, അതായത് 8 ലിംസും നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് ആത്മനിവേദനം ചെയ്യാൻ പറ്റും അല്ലെ. ഒരാൾക്ക് പെട്ടെന്ന് ഒരു രാത്രി നാളെ ഞാൻ കംപ്ലീറ്റ് ഭഗവാന് സമർപ്പിക്കുകയാണ്, ചെയ്യാൻ പറ്റും? പറ്റില്ലേ. ഒരു ഭൗതിക വ്യക്തി, ഭൗതിക തലത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ മുതൽക്ക് ഞാൻ എല്ലാം വിട്ടിട്ട് ഭഗവാന് പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുന്നു, ഇല്ല, നടക്കില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ഈ നവവിധ ഭക്തിയിലൂടെ ആത്മസമർപ്പണത്തിനെത്തുന്നു. So by the practice of Krishna consciousness, one engages in 9 types of devout service to the Lord
The first and foremost of such devotional engagements is hearing about Krishna. This is a very powerful transcendental method for purging the mind of all misgiving. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണത്. എന്താ കാരണം? ഈ ശ്രവണം കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ മിസ്ഗീവിങ്സും, എല്ലാ തെറ്റിദ്ധാരണകളും, എല്ലാ അമംഗളമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പെർജ് ചെയ്യുന്നവരാണ്, എല്ലാം നശിപ്പിക്കും. അപ്പൊ അത്രയും പവർഫുൾ ആണ് ശ്രവണം. നമ്മളുടെ ഇന്ദ്രിയങ്ങളിലെ ഏറ്റവും പവർഫുള്ളായി, അതായത് പെട്ടെന്ന് ഒരു ചെറിയൊരു ശബ്ദം ഉണ്ടായാൽ മതി, പെട്ടെന്ന് ഉണരുന്നത് ചെവിയാണ്. സൗണ്ട് പെട്ടെന്ന് തന്നെ കാണണമെങ്കിൽ നമ്മൾ കണ്ണു തുറക്കണം. ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഇത് വർക്ക് ചെയ്യും. ചെവി ഉറങ്ങുന്ന സമയത്തും വർക്ക് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും പെട്ടെന്ന് ഉണരുന്നത് നമ്മുടെ ചെവിയാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും, അപ്പോൾ അവിടെ ഒരു ട്രാൻസെൻഡന്റൽ സൗണ്ട് വൈബ്രേഷൻ നമ്മുടെ ചെവിയിലെ കൂടെ പോകുമ്പോൾ, അപ്പൊ നമ്മളുടെ അത് ചെവിയിലെ കൂടെ പോയിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. അങ്ങനെ എത്ര വലിയ കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹൃദയമാണെങ്കിലും ശരി, നമ്മുടെ ഒരു സ്റ്റോൺ ഹാർട്ടഡ്, നിങ്ങളുടെ ഹൃദയമുണ്ടോ, നിങ്ങളുടെ ഹൃദയം കല്ലാണെന്ന് പറയും, അതും കൂടി മെൽറ്റ് ചെയ്യും. നമ്മൾ ഈ നാമ സങ്കീർത്തനം അല്ലെങ്കിൽ ഹരിനാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടാൽ മാത്രം. പറയുന്നുണ്ടല്ലോ ഭാഗവതല്ലേ പറഞ്ഞ യസ്യാം വായ് ശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിർ ഉത്പത്യതേ പുംസാം ശോകം മോഹ ഭയാപഹ. യസ്യാം വായ് ശ്രൂയമാണായാം, അതായത് സിംപ്ലി ബൈ ഓറൽ റിസെപ്ഷൻ, നമ്മൾ വെറും കേൾക്കുന്നത് മാത്രം കൊണ്ട് നമ്മളൊക്കെ കൃഷ്ണഭക്തി ഉണരുന്ന പറയുന്നത്. കൃഷ്ണഭക്തി ഉണർന്നാൽ എന്താണ് പിന്നെ നെക്സ്റ്റ്? ശോക മോഹ ഭയാപഹ. നമ്മളുടെ ശോകം, മോഹം, ഭയ. ശോകം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ് അല്ലെ, മോഹം എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ, ആൻഡ് ഭയ എന്ന് പറഞ്ഞാൽ ഫിയർ. ഇതാണ് നമ്മളെ ആക്ച്വലി അലട്ടുന്നത്. ശോകം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുക. എന്താണ് നമ്മുടെ ദുഃഖം? കഴിഞ്ഞതിനെ പറ്റിയിട്ടുള്ള ദുഃഖം. ഓൾവേസ് ലാമെന്റിങ് അബൌട്ട് ദ പാസ്റ്റ്. എനിക്ക് അങ്ങനെ സംഭവിച്ചു, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കുട്ടിക്കാലത്ത് അങ്ങനെ ഞാൻ ജീവിക്കേണ്ടി വന്നു. ഇതിനെ കഴിഞ്ഞതിനെ പറ്റിയിട്ട് വിലപിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. പിന്നെ ഭാവിയെ പറ്റിയിട്ട് വറി ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് വർത്തമാനകാലം അവർ ജീവിക്കുന്നില്ല അല്ലെ, വർത്തമാനകാലം അവർ ജീവിക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. ഇത് രണ്ടാണ് നമ്മുടെ മനസ്സിൽ. അതായത് ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ കാര്യം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അല്ലെങ്കിൽ കഴിഞ്ഞതിന് പോയിട്ട് പറ്റിയിട്ട് അത് എപ്പോഴും ദുഃഖിക്കുന്നു. ഇതാണ് നമ്മൾ കൂടുതൽ നമ്മുടെ സമയം അങ്ങനെയാണ് വ്യർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞു പോയി, അത് നമ്മുടെ കയ്യിലല്ല, കഴിഞ്ഞു. അത് ക്യാൻ ബി അൺഡു ദാറ്റ്? നോ. ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് നമ്മുടെ കയ്യിലാണോ? അല്ല. പിന്നെ എന്തിനാണ് അതിനെ പറ്റിയിട്ട് നമ്മൾ കരയുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യില. ദിസ് മൊമെന്റ് ഈസ് ഇൻ മൈ ഹാൻഡ്. അപ്പൊ ഈ നിമിഷം ഞാൻ എങ്ങനെ ചെലവാക്കണം എന്നുള്ളത് എൻ്റെ കയ്യിലാണ്. അടുത്ത നിമിഷം എൻ്റെ കയ്യിലല്ല, കഴിഞ്ഞു പോയതും എൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് നമ്മള് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ജീവിക്കണം. മറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, കഴിഞ്ഞ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വരാൻ പോകുന്ന നമ്മുടെ ഭാവി നല്ലതാക്കാൻ ഇപ്പോ നല്ല കാര്യങ്ങൾ ചെയ്യുക. അതാണ് വേണ്ടത്. നമ്മുടെ ഭാവി സുരക്ഷിതമാവണമെങ്കിൽ ഇപ്പോ നമ്മൾ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചായിട്ടും ഭാവി. കഴിഞ്ഞ സമയത്ത് ചെയ്തതിൻ്റെയാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതായിരിക്കും നമ്മുടെ അടുത്ത ജന്മം. സോ യൂട്ടിലൈസ് ദ പ്രസന്റ്, അതാണ് പറയുന്നത്. സോ ദ മോർ വൺ ഹിയേഴ്സ് അബൌട്ട് കൃഷ്ണ. അപ്പോൾ ഈ ട്രാൻസെൻഡന്റൽ വൈബ്രേഷൻ, ഓക്കെ, ശ്രവണം, ഭഗവാന്റെ നാമങ്ങളും ഭഗവത്ഗീതയും ഭാഗവതവും ഇതെല്ലാം നമ്മൾ ശ്രവിക്കുമ്പോൾ ഇത് സ്പിരിച്വൽ സൗണ്ട് വൈബ്രേഷനാണ്. ഭഗവാനെ പറ്റിയിട്ടുള്ള ശ്ലോകങ്ങളും ഭഗവാനെ പറ്റിയിട്ടുള്ള പ്രഭാതര പർപ്പോട്ടും ഇതൊന്നും ഭിന്നമല്ല അല്ലെ, ഐഡന്റിക്കലാണ്. ഭഗവാനെ ദർശിക്കുന്നതിനു തുല്യമാണ് ഭഗവാന്റെ ഭഗവത്ഗീത കേൾക്കുന്നതും
വായിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. എവിടെ ഹരിനാമം ഉണ്ടോ, എവിടെ ഭഗവാന്റെ ലീലകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ, അവിടെ ആരെല്ലാം ഉണ്ട്? എല്ലാ ദേവതമാരുണ്ടായിരിക്കും, നാരദ മഹർഷി ഉണ്ടായിരിക്കും, ഭഗവാൻ സ്വയം വരും. അല്ലെ? മൂന്നാനം രുക്മിണി സ്വയംവരം ആ ഭാഗവതത്തെ രുക്മിണി സ്വയം ചർച്ച ചെയ്യുമ്പോൾ, അത് വായിക്കുമ്പോൾ ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? ശിവപാർവതിമാര് അല്ലെ? അവരുണ്ടായിരുന്നു സദസ്സില്. ഒരു വയസ്സായിട്ടുള്ള പുരുഷനും സ്ത്രീയും ആയിട്ട് വേഷം മാറിയിട്ട് അവർ കേൾക്കുന്നുണ്ടായിരുന്നു പൂന്താനത്തിന്റെ രുക്മിണി സ്വയംവരം ക്ലാസ്സിൽ. അങ്ങനെ നിരന്തരമായിട്ട് വരുമായിരുന്നു അല്ലെ? ആ കഥ നമുക്കറിയാം. പിന്നീടാണ് പൂന്താനത്തിന് മനസ്സിലായി, തന്റെ ഭാഗവതം എടുത്തുകൊണ്ടുപോയി എന്റെ ഭാഗവതം ചോദിച്ച് ഓടിപ്പോഴപ്പോഴാണ് രണ്ടുപേരും തന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ ഹരിനാമം എവിടെയുണ്ടോ, ഭഗവാന്റെ ലീലകൾ എവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ, അവിടെ തീർച്ചയായിട്ടും ദേവതമാരുണ്ടായിരിക്കും, അവിടെ തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും, ഭഗവാനും ഇറങ്ങി വരും. അപ്പൊ അത്രയും പവർഫുൾ ആണ് ട്രാൻസെൻഡൽ സൗണ്ട് വൈബ്രേഷൻ. അപ്പൊ അത് നമ്മൾ ശ്രവിക്കണം. നമ്മളുടെ അന്ധകരണത്തിനെ ശുദ്ധീകരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ശ്രവണം, അല്ലേ? So the more one hears about Krishna, the more one becomes enlightened and detached from everything that draws the mind away from Krishna. അപ്പൊ എത്ര കൂടുതൽ നമ്മൾ കേൾക്കുന്നു അത്രയും നമ്മൾ ഭഗവാനോട് അടുക്കും. എത്ര കൂടുതൽ നമ്മൾ ഭൗതിക തലത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു അത്രയും നമ്മൾ ഭഗവാനിൽ നിന്ന് അകലും. അതുകൊണ്ടാണ് നമ്മൾ ഈ മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം ഉള്ളവർക്ക് ഈസിയാണ്. നമ്മൾ അവിടെയല്ല ഇവിടെയല്ല, മിഡിൽ, അതായത് ദുഃഖവും സുഖം എല്ലാം കൂടി വരുന്നതുകൊണ്ട് നമുക്ക് എസ്പെഷ്യലി ഈശ്വര വിശ്വാസികൾക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ കൂടുതൽ താല്പര്യം കാണും. അപ്പൊ നമ്മൾ എത്രത്തോളം അതിന് താല്പര്യം കാണിക്കുന്നു അത്രത്തോളം നമ്മൾ ഭഗവാൻ എടുക്കും. താഴെ എത്രത്തോളം പോകുന്നു അത്രയും നമ്മൾ ഭഗവാനിന് അകലെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്നില്ലേ താഴെ, അതായത് ലോവർ പ്ലാനറ്ററി സിസ്റ്റം ഹെല്ലിഷ് ആണെന്ന്. ലോവർ പ്ലാനറ്ററി സിസ്റ്റം ഹെല്ലിഷ് അല്ല. ലോവർ പ്ലാനറ്ററി സിസ്റ്റത്തിൽ ഹെൽ പറഞ്ഞിട്ടൊരു ഡൊമൈൻ ഉണ്ട്, നരകം. അത് മാത്രമേ ഹെല്ലിഷ് ഉള്ളൂ. അതല, വിതല, സുതല, തലാതല, മഹാതല, രസാതല, പാതാള, ഇതൊന്നും ഹെല്ലല്ല. ആ പാതാളത്തിന്റെ ഒരു കോർണറിൽ 10-28 നരകത്തിന്റെ സെൽസ് ഉണ്ട്. അത് മാത്രമേ ഹെല്ലായിട്ടുള്ളൂ. ബാക്കി ലോവർ പ്ലാനറ്ററി സിസ്റ്റം എന്താണ്? അവിടെ വളരെ ഒപ്പുലന്റ് ആയിട്ടുള്ള ജീവിതമാണ്. അതിനെ ബില്ലസ്വർഗ എന്ന് പറയും. അതും സ്വർഗമാണ്. ഭൂസ്വർഗ, ബില്ലസ്വർഗ, ദിവ്യസ്വർഗ. ഭൂസ്വർഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂതലത്തിലും മിഡിൽ പ്ലാനറ്ററി സിസ്റ്റത്തിലും സ്വർഗങ്ങളുണ്ട്. അതേപോലെ ദിവ്യസ്വർഗ അപ്പർ പ്ലാനറ്ററി സിസ്റ്റം, താഴെയുള്ള സ്വർഗത്തിന് ബിലസ്വർഗ എന്ന് പറയുന്നു. അപ്പോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ നരകം എന്ന് വർണ്ണിക്കാൻ കാരണം തന്നെ നമ്മൾ താഴെ പോകുന്നതും നമ്മളുടെ മെറ്റീരിയൽ ആ ഒരു എൻജോയ്മെന്റ് കൂടി വരുന്നു, ഗ്രോസ് ആയിട്ടുള്ള എൻജോയ്മെന്റ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനിന് അകന്ന് പോകുന്നു. എത്രത്തോളം നമ്മൾ ഭഗവാനിന് അകലുന്നുവോ അത്രത്തോളം നമ്മൾ നരകത്തിലേക്ക് പോകുന്നു എന്നർത്ഥം. അതാണ് അർത്ഥം. അല്ലാണ്ട് അത് ലോകങ്ങൾ നരകങ്ങളല്ല. നരകമുണ്ട് അവിടെ താഴെ. പക്ഷേ ഈ പ്ലാനറ്റ്സ് ഒക്കെ ലോവർ പ്ലാനറ്റ് സിസ്റ്റം മോർ മെറ്റീരിയൽ എൻജോയ്മെന്റ്. അപ്പൊ എത്ര കൂടുതൽ നമ്മൾ മെറ്റീരിയൽ എൻജോയ്മെന്റ് ചെയ്യുന്നു അത്രയും നമ്മൾ കൃഷ്ണനിൽ നിന്ന് അകലുന്നു, അത്രയും നമ്മൾ നരകത്തിലേക്ക് അടുക്കുന്നു. അതാണ് വ്യത്യാസം. നമ്മൾ പറയാം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ആരെ? മഹാബലി. പാതാളമല്ല, മഹാബലി എവിടേക്കാ പോയി നിൽക്കുന്ന? സുതലത്തിലേക്കാണ്. സുതലത്തില് ആരാണ് കാവൽക്കാരൻ? ഭഗവാൻ വിഷ്ണു സ്വയം. അവിടെ മഹാബലി വളരെ ഓപ്പണന്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ നാഗലോകത്ത് അല്ലെ, ദൈത്യന്മാരുടെ ലോകത്ത് ഇവരെല്ലാം വളരെ ഓപ്പണന്റ് ലൈഫാണ് ജീവിക്കുന്നത്. ഒരേ ഒരു പ്രശ്നം എന്താണ്? മെറ്റീരിയലി ദേ ആർ എൻജോയിങ്, ബട്ട് സ്പിരിച്വലി ദേ ആർ ഗോയിങ് ബാക്ക്വേർഡ്. അത്രേ ഉള്ളൂ. മുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് മെറ്റീരിയൽ എൻജോയ്മെന്റ് ഉണ്ട്, അതേസമയം കൃഷ്ണനോടുള്ള ആ പ്രീതിയുണ്ട്, കൃഷ്ണനെ ആരാധിക്കുന്നുണ്ട്,
കൃഷ്ണനോട് അടുക്കുന്നുണ്ട്. അപ്പൊ അവര് കൃഷ്ണനിൽ നിന്ന് അകന്നു പോകുന്നില്ല, അവര് അടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് താഴെ പോകുമ്പോൾ കൃഷ്ണനിൽ നിന്ന് അകലം ചെയ്യും, നരകത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോ ശ്രവണത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. By detaching the mind from activities not devoted to the Lord, one can very easily learn vairagya. അപ്പോൾ വൈരാഗ്യം നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. എങ്ങനെ? ഭൗതിക തലത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ വിഡ്രോ ചെയ്യണം. ഭഗവാന്റെ ഈ പറഞ്ഞ നവവിധ ഭക്തിയിൽ നമ്മൾ ഏർപ്പെടണം. കൂടുതൽ സമയം നമ്മളുടെ അത്യാവശ്യമായിട്ടുള്ള മിനിമം ബെയർ നെസസിറ്റീസ്, മെറ്റീരിയൽ നെസസിറ്റീസ് നമ്മൾ നോക്കി നടത്തണം. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സമയവും നമ്മൾ കൂടുതൽ ഭഗവത് കാര്യങ്ങളിൽ ചെലവാക്കിയാൽ എന്താണ് വൈരാഗ്യം ഈസിയാണ്. ഒരുപാട് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിക്ക് വൈരാഗ്യം ഇല്ല. ചൈതന്യ ചരിതാമൃതത്തില് പല പേഴ്സണാലിറ്റീസ് ഉണ്ട് അല്ലെ? അതെല്ലാം ഓരോ പേഴ്സണിഫിക്കേഷൻ ഓഫ് സഡൻ ക്വാളിറ്റീസ് ആണ്. ഇപ്പോൾ ഹരിദാസ് ഠാക്കൂർ ഈസ് എ പേഴ്സണിഫിക്കേഷൻ ഓഫ് വൺ ക്വാളിറ്റി. ഏത് ക്വാളിറ്റിയാണ് പറയാൻ പറ്റുമോ? ഹരിദാസ് ഹരിനാമ കീർത്തനം ചെയ്യുന്ന ശരി, ഹീസ് നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ. പക്ഷെ ഏത് ക്വാളിറ്റിയാണ് അദ്ദേഹം എക്സിബിറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഏത് ക്വാളിറ്റിയാണ് നമ്മൾ എടുക്കേണ്ടത്, പഠിക്കേണ്ടത്? ഹരിദാസ് ഠാക്കൂറിന്റെ ഏത് ക്വാളിറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ചൈതന്യ മഹാപ്രഭു? ടോളറൻസ്, സഹനശക്തി അല്ലേ? അപ്പൊ ഓരോ ആചാര്യന്മാരും ഓരോ ഡിവോട്ടീസിനും കൂടെ നമുക്ക് പലതും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഭഗവാൻ ഇടുന്നത്. അവരിലൂടെ നമുക്ക് ഈ ഗുണപാഠങ്ങൾ പഠിപ്പിക്കാൻ. ഓക്കെ, രൂപ സനാതന ഗോസ്വാമി, അവരിലൂടെ നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് ഭഗവാൻ പഠിപ്പിച്ചു തരുന്നത്? എന്ത് ക്വാളിറ്റിയാണ്? ഹ്യൂമിലിറ്റി, വിനമ്രത. ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയ സമയത്ത് രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി എങ്ങനെ പോയത്? ഇത്രയും വലിയ പ്രൈം മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള വളരെ ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഉള്ള ആ മെറ്റീരിയലി ആൻഡ് സ്പിരിച്വലി അവർ അഡ്വാൻസ് ആണ്. അവർ സ്കോളറാണ്, ഫിലോസഫേഴ്സ് ആണ്, സ്കോളേഴ്സ് ആണ്, എല്ലാം അറിയാം. എന്നിട്ടും കൂടിയും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോയപ്പോൾ അവർ രണ്ടുപേരും വായൽ എന്താ വൈക്കോല്. അതായത് നമ്മള് ഒരു വലിയ ഭഗവാന്റെ അടുത്തോ ഭഗവാന്റെ ശുദ്ധ ഭക്തന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വായ തുറക്കല്ല, അവന്റെ ചെവിയാണ് തുറക്കേണ്ടത്. വായ തുറന്ന് പിടപെടാൻ സംസാരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഇതാണ്. നമുക്ക് എന്തെല്ലാം അറിയും അതങ്ങോട്ട് എല്ലാം കൂടെ ആദ്യം അങ്ങോട്ട് കൊണ്ടേ കൊട്ടും. മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കില്ല. എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം കൂടെ പറയും, അവസാനം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മുടെ തെറ്റ്. അപ്പൊ എന്താണ് അവിടെ ഹ്യൂമിലിറ്റി? ഇത്ര വലിയ സ്കോളേഴ്സ്, ഇത്ര മെറ്റീരിയലി ഓപ്പണന്റ് ആയിട്ടുള്ള പൊസിഷനുള്ള, ഇത്ര ധനവാനായിട്ടുള്ള ആൾക്കാർ, അവർ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയപ്പോൾ വി ഡോണ്ട് ഹാവ് എനി നോളേജ്. ഞാൻ ആരാണെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്കത് പറഞ്ഞു തന്നാലും. ആവശ്യത്തിന് മാത്രം വായ തുറക്കുക. എന്താണ് സംസാരിക്കേണ്ടത് അത് മാത്രം ചോദിക്കാൻ മാത്രം, വളരെ സബ്മിസീവ് ആയിട്ട്. അപ്പൊ അവിടെ എന്താണ്? വിനമ്രത, വിനയം അല്ലേ? രാമാനന്ദറായി എന്താണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്? ഏത് ക്വാളിറ്റിയാണ്? ഏത് ക്വാളിറ്റിയാണ് അറിയോ? സെൻസ് കൺട്രോൾ. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക. എങ്ങനെയാണ്? ആർക്കെങ്കിലും അറിയോ കാരണം എന്താണ്? രാമാനന്ദറായി എന്തുകൊണ്ടാണ് സെൻസ് കൺട്രോളിന്റെ പേഴ്സണിഫിക്കേഷൻ? ആർക്കെങ്കിലും അറിയോ?
രാമാനന്ദറായും ചൈതന്യ മഹാപ്രഭുവും സംവാദം ഗോദാവരി തീരത്ത് നടന്നല്ലേ. അപ്പോ ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായി പറ്റിയിട്ട് വീണു വാ തൊറാതെ പറയും. അത്രയും ഗ്ലോറിഫിക്കേഷനാണ്. തൻ്റെ ഭക്തനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ ഭഗവാന്റെ വലിയൊരു ഇതാണ്, ഇഷ്ടമാണ്. അപ്പോൾ രാമാനന്ദറായുടെ ആ സെൻസ് കൺട്രോൾ പറയാണ് ചൈതന്യ മഹാപ്രഭു. അതായത് ജഗന്നാഥന് നൃത്തം, സംഗീതം ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ജഗന്നാഥന് നൃത്തം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദേവദാസി പെൺകുട്ടികളുണ്ട്, വളരെ യങ് ആയിട്ടുള്ള ദേവദാസി പെൺകുട്ടികൾ. അപ്പോൾ അവരെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മെയ്യ് വഴങ്ങാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യും, ഓയിൽ മസാജ് ചെയ്യും. അത് ചെയ്യുന്ന ആരാണെന്നറിയും? ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളെ നഗ്നമായിട്ട് കുളിപ്പിച്ച ഓയിൽ മസാജ് ചെയ്യുന്നത് രാമാനന്ദറായി. ആലോചിച്ച് നോക്കും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഞാനൊരു സന്യാസിയാണ്, എനിക്കും കൂടിയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എൻ്റെ സെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എൻ്റെ സെൻസസ് അജിറ്റേറ്റ് ആവും. പക്ഷെ ഇവിടെ രാമാനന്ദ നോക്കൂ, ഒരു കല്ല് പോലെയാണ്, ഒരു ഇതുമില്ല, ഒരു വികാരമില്ല, ഒരു സെൻസ് അർജോ ഒരു അജിറ്റേഷനും ഇല്ല. അദ്ദേഹം ആ കാര്യം ഭഗവാന്റെ സേവയിലേക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ദേവദാസി പെൺകുട്ടികളെ ജഗന്നാഥന് വേണ്ടി നൃത്തം ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ രാമാനന്ദറായി എന്തിന്റെ പേഴ്സണിഫിക്കേഷനാണ്? സെൻസ് കൺട്രോളിന്റെ. പിന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമി എന്തിൻ്റെയാണ്? എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? രഘുനാഥ് ദാസ് ഗോസ്വാമി എന്താണ്? പരിശ്രമമല്ല, റെനൺസിയേഷൻ, വൈരാഗ്യം. ഇത്രയും വലിയ പണക്കാരന്റെ കുടുംബത്തിൽ നിന്ന്, അതായത് ഹിരൺ മജുംദാറും ഗോവർദ്ധൻ മജുംദാറും അച്ഛനും അമ്മാവനും, അതായത് നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, അവര് ഇന്ദ്രനെ പോലെ സ്വത്തുള്ള ആൾക്കാരാണ്. ഇന്ദ്ര പദവി പറഞ്ഞാൽ വളരെ ഓപ്പണന്റ് പദവിയാണ്. അത്രയും സ്വത്തുള്ള, അതായത് ഒരു മാസം അവർക്ക് കിട്ടുന്നത് 1 മില്യൺ ഗോൾഡ് കോയിൻസ് ഒക്കെയാണ് ഒരു മാസം. ആലോചിച്ച് നോക്കൂ, ഒരു മാസം 1 മില്യൺ ഗോൾഡ് കോയിൻ കിട്ടുകയാണ്, അതാണ് അവരുടെ സമ്പാദ്യം. അപ്പൊ എത്രയായിരിക്കും അവരുടെ സ്വത്ത്? അങ്ങനെയുള്ള ആ വീട്ടിൽ ജനിച്ച ഒരേ ഒരു ഹെയർ, ഒരേ ഒരു വാരിസ്, ഒരേ ഒരു അവകാശി, അതാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. അതെല്ലാം വിട്ടെറിഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ. അത് മാത്രമല്ല, അമ്മ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് ഒരുപാട് തവണ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തൻ്റെ അച്ഛനും അമ്മാവനും അദ്ദേഹത്തിനെ പിടിച്ച് കെട്ടിക്കൊടുന്നതുണ്ട്, വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഇദ്ദേഹത്തിനെ നോക്കാൻ എത്രയോ 12 പേരൊക്കെ ഉണ്ട്. 12 പേരെ അവിടെ ജോലിക്ക് വെച്ചിരിക്കുകയാണ്, ഇദ്ദേഹം ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓടിപ്പോയാൽ തിരിച്ച് പിടിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട്. ആരെ? രഘുനാഥ് ദാസ് ഗോസ്വാമി. അദ്ദേഹത്തിന് ഈ ഓപ്പുലൻസ്, മെറ്റീരിയൽ ഓപ്പുലൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോ അമ്മ പറഞ്ഞു അച്ഛനോട്, അതായത് ഇവനെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവൻ എവിടെയും പോവില്ല. സാധാരണ അങ്ങനെ പറയല്ലോ, കെട്ടിച്ചു കൊടുത്താൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല, പിന്നെ അതിൽ വീണോളും. അതേപോലെ അമ്മ പറഞ്ഞു രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ അച്ഛനോട്, അതായത് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, ഇത്രയെല്ലാം. അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചു, എന്നിട്ടും പോവാണ്. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഇവനെ കെട്ടിയിടണം. അപ്പോ അച്ഛൻ പറഞ്ഞു, ഇന്ദ്രനെ പോലുള്ള സ്വത്ത് നമുക്കുണ്ട്, അത്രയും മൂടാനുള്ള സ്വത്തുണ്ട്, ഇത്രയും സ്വത്തുണ്ട്, അപ്സരെ പോലുള്ള ഒരു ഭാര്യ അവനുണ്ട്. ഇത് രണ്ടും അവനെ കെട്ടാൻ പറ്റില്ല. ഈ സാധാരണ കയറാണോ അവനെ കെട്ടിവെക്കുന്നത് എന്നാ ചോദിച്ചത്? ആലോചിച്ചു. ആ രഘുനാഥ് ദാസ് ഗോസ്വാമി അതെല്ലാം വിട്ടിട്ട് കുറേ തവണ ഓടിപ്പോയി. ഒരു ദിവസം രാവിലെ യദുനന്ദൻ ആചാര്യ, അവിടുത്തെ പ്രീസ്റ്റ്, രാവിലെ നേരത്തെ 3-3:30 മണിക്ക് അവർ വരും ആരതിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില സാമഗ്രികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് സഹായിയായിട്ടുള്ള ആ പ്രീസ്റ്റിന്റെ സഹായിയായിട്ടുള്ള ആ ഭക്തൻ വന്നിട്ടുണ്ടായിരുന്നില്ല.
സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, പൂവോ എന്തൊക്കെ സാമഗ്രികൾ. അപ്പോൾ അദ്ദേഹം പോവാൻ നിന്നു, അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അസിസ്റ്റന്റ്. അപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമി പറഞ്ഞു, വേണ്ട, അങ്ങ് പോകണ്ട, ഞാൻ പോയിട്ട് വിളിച്ചു കൊണ്ടുവരാം. അപ്പോൾ ആ 3-3:30 മണിക്ക് അദ്ദേഹം ഈ അസിസ്റ്റന്റിനെ വിളിക്കാൻ എന്നുള്ള പേരിൽ അവിടുന്ന് സ്ഥലം വിട്ടു. അവിടുന്ന് സ്ഥലം വിട്ടു, നേരെ ജഗന്നാഥ്പുരിയിലേക്ക് വെച്ച് പിടിച്ചു. എങ്ങനെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. നമ്മൾ കിഴക്കോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ജഗന്നാഥ്പുരി, നേരെ പടിഞ്ഞാറോട്ട് പോയി. എന്നാൽ ആൾക്കാർ എവിടെ തിരയാൻ പോവാ? കിഴക്കോട്ട് പോയില്ലേ. അപ്പോൾ ഇത് അറിഞ്ഞ് രാവിലെ വന്ന് തിരിച്ചു വരുന്നില്ല. അപ്പോൾ രാവിലെ എല്ലാവർക്കും മനസ്സിലായി രഘുനാഥ് ദാസ് ഗോസ്വാമി ഓടിപ്പോയി. അപ്പോൾ എല്ലാവരും ആളെ ഇവരുടെ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ അയച്ചു, പല ആൾക്കാരെയും അയച്ചു. എല്ലാവരും ജഗന്നാഥ്പുരി ഡയറക്ഷനിൽ പോയി. ഇദ്ദേഹം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറേ ദിവസം സഞ്ചരിച്ച് ഇവരൊക്കെ അവർ കണ്ടില്ല. തിരിച്ചു വരുന്ന സമയത്ത് അയാൾ ശരിക്കുള്ള ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ തൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചു, ഇനി പിടിച്ചാൽ പറ്റില്ല, വിടുക, അവന് ഭഗവാൻ എന്താണ് അത് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, വിട്ടു. എന്നിട്ട് അവിടെ എത്തി. വഴിയിൽ പോകുന്ന എല്ലാവരോടും, അവിടുന്ന് തിരിച്ചു വരുന്ന എല്ലാവരോടും ചോദിച്ചു, രഘുനാഥനെ കണ്ടു. എല്ലാവരും പറഞ്ഞു കണ്ടില്ല. കാണിച്ചാൽ അദ്ദേഹം വേറെ വഴി കൂടെ പോയത്. കുറേ സമയം എടുത്തു. അങ്ങനെ ജഗന്നാഥ്പുരിയിലെത്തി. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവിടെ എത്തി. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സമയം വരുമ്പോൾ എൻ്റെ അടുത്ത് വരും. എന്നിട്ട് അങ്ങനെ ചെന്നു. അപ്പോഴും അച്ഛനും അമ്മാവനും അമ്മയ്ക്കും എന്താണ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അപ്പോൾ 2 ബ്രാഹ്മണന്മാരെ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു, കുറേ പണമായിട്ട്. അപ്പം ആദ്യമൊക്കെ അദ്ദേഹം അത് സ്വീകരിച്ചു. പിന്നെ പറഞ്ഞു, എനിക്ക് വേണ്ട. 2 പേരും പറഞ്ഞയച്ചു, പണവും വേണ്ട, അതും തിരിച്ചു. ആദ്യം ആ പണം ഉപയോഗിച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിനെയും ബാക്കിയുള്ള എല്ലാ ഡിവോട്ടീസിനും അവിടെ പ്രസാദം വിതരണം ചെയ്തു കുറേ 3-4 മാസം. അത് കഴിഞ്ഞ് ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ പണം ഉപയോഗിക്കുന്നത്, അതിനെ റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബ്രാഹ്മണന്മാരും പറഞ്ഞയച്ചു അസിസ്റ്റൻ്റായിട്ട് സഹായിക്കാൻ വന്നു. പിന്നെ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ പോയിട്ട് അവിടെ പ്രസാദം കൊടുക്കുമല്ലോ, ആനന്ദ് ബസാറിലൊക്കെ ഫ്രീ ആയിട്ട് അത് കഴിക്കാൻ വേണ്ടി പോകും. പിന്നെ അദ്ദേഹം വിചാരിച്ചു, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതായത് ഭിക്ഷ യാചിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. ഭിക്ഷ യാചിച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ആക്ച്വലി ഈ ഭിക്ഷ യാചിക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, അതായത് ഈ പ്രസാദം കഴിച്ച് ബാക്കി വരുന്നതൊക്കെ പശുക്കൾക്ക് കൊടുക്കും. പശുക്കൾക്ക് കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് അത് ബാക്കി വരുന്നത് അതിൽ വരുന്ന അരിമണി കഴുകിയിട്ട് എത്രയാണോ കിട്ടുന്നത് അത് വെച്ച് കഴിക്കും. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഇത് അറിഞ്ഞപ്പോൾ വന്നിട്ട് അതിന്ന് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമി പറഞ്ഞു, അയ്യോ ഭഗവാനെ കഴിക്കരുത്, അത് അങ്ങക്ക് പറഞ്ഞതല്ല, ഇത് കണ്ടാമിനേറ്റഡ് ആണ്. ഇല്ല, ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ ഇതേവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആരാ? ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത്? ഇത് നമ്മൾ അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് അനുകരിക്കാനും പറ്റില്ല. ഇതിൽ നിന്ന് പാഠം പഠിക്കുന്നത് എന്താണ്? റിനൗൺസിയേഷൻ. ഇതാണ് വൈരാഗ്യം. അപ്പോൾ ചൈതന്യ ചരിതാമൃതത്തിലെ ഒരുപാട് ഇങ്ങനെ പേഴ്സണാലിറ്റീസിൻ്റെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ക്വാളിറ്റീസ് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ തരത്തിലുള്ള ഓരോ ലീലകൾ കൂടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഇവിടെ പറയാൻ കാരണം വൈരാഗ്യം. ഓക്കെ, വൈരാഗ്യം വേണം നമുക്ക്. എപ്പോഴാണ് വൈരാഗ്യം വരിക? ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. നമ്മളുടെ വൈരാഗ്യം എന്താണ്? ഒക്കെ ശ്മശാന വൈരാഗ്യം, മർക്കട വൈരാഗ്യം. പ്രഭാത പറയും മർക്കട വൈരാഗ്യം കാണിക്കരുതെന്ന്. എന്താണ് മർക്കട വൈരാഗ്യം എന്നറിയോ? കുരങ്ങന്റെ വൈരാഗ്യം. കുരങ്ങന്റെ വൈരാഗ്യം എന്താ? കുരങ്ങനും വെജിറ്റേറിയൻ ആണ്, അറിയോ? കുരങ്ങനും വെജിറ്റേറിയൻ ആണ്. അത് മത്സ്യമാംസം ഒന്നും കഴിക്കില്ല, വെറും പീനട്സും മറ്റതും മറിച്ചും അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. ഓക്കെ, അതും കാട്ടിലെ നമ്മുടെ സന്യാസിവര്യന്മാരും സാധുജനങ്ങളൊക്കെ പോയിട്ട് ഇത് ചെയ്യുമ്പോൾ നഗ്നമായിട്ടൊക്കെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുക. കുരങ്ങനും ഡ്രസ്സൊന്നും ഇല്ല, അതും വെജിറ്റേറിയനാണ്, ഡ്രസ്സൊന്നും ഇല്ല. അതിനും ഫ്രൂട്ട്സും മറ്റതൊക്കെ മതി.
പക്ഷേ ആ കുരങ്ങൻ എപ്പോഴും ഫീമെയിൽ കുരങ്ങന്റെ കൂടെ ഇരിക്കും. അതുപോലെയാണ് നമ്മളുടെ വൈരാഗ്യം എന്നാണ് പറയുന്നത്. ആരെ പ്രഭുപാദൻ കാണിക്കാൻ അത് എക്സ്റ്റേണലി നമ്മൾ വൈരാഗ്യങ്ങളാണ്, പക്ഷെ ഇന്റേണലി നമ്മൾ വൈരാഗ്യമല്ല. കുരങ്ങനെ പറയുന്നത് മർക്കട വൈരാഗ്യം. പിന്നെ ശ്മശാന വൈരാഗ്യം. എന്താണ് ശ്മശാന വൈരാഗ്യം? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ശ്മശാനത്തിൽ, ആ സമയത്ത് നമ്മളുടെ മനസ്സ് പറയും, എന്താ ഈ ജീവിതം ഇത്രയേ ഉള്ളൂ കണ്ടോ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, പങ്കപ്പാടൊക്കെ എന്തിനാണ് അത്ര ബുദ്ധിമുട്ടുന്നത്, 4 दिन का जिंदगी. അപ്പൊ അങ്ങനെ നമുക്ക് ആ സമയത്ത് ഒരു വൈരാഗ്യം വരും. അത് കഴിഞ്ഞ് ആ ദഹിപ്പിക്കൽ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയപടി അല്ലേ, വീണ്ടും ചങ്കരൻ തെങ്ങമല്. അതാണ് നമ്മളുടെ വൈരാഗ്യം, മർക്കട വൈരാഗ്യം അല്ലെങ്കിൽ ശ്മശാന വൈരാഗ്യം. ആ വൈരാഗ്യമല്ല പറയുന്നത്. വൈരാഗ്യം മീൻസ് ഡിറ്റാച്ച്മെന്റ് ഫ്രം മാറ്റർ ആൻഡ് എൻഗേജ്മെന്റ് ഓഫ് ദ മൈൻഡ് ഇൻ സ്പിരിറ്റ്. ഈ വൈരാഗ്യമാണ് ഇവിടെ പറയുന്നത്. ഇംപേഴ്സണൽ സ്പിരിച്വൽ ഡിറ്റാച്ച്മെന്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ അറ്റാച്ചിങ് ദ മൈൻഡ് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് കൃഷ്ണ. അപ്പോൾ ഇംപേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, impersonal spiritual detachment is more difficult than attaching the mind to the activities of Krishna. അപ്പോൾ സ്പിരിച്വൽ ആയിട്ട് ഇംപേഴ്സണൽ ആയിട്ട് സ്പിരിച്വൽ ഡിറ്റാച്ച്മെന്റ് കൂടുതൽ ഡിഫിക്കൽട്ടിയാണ് നമ്മുടെ മനസ്സിനെ ഭഗവാൻ കൃഷ്ണന്റെ ആക്ടിവിറ്റീസിൽ അർപ്പിക്കുന്നത്. ഇതില് നമ്മുടെ 12ാമത്തെ അധ്യായത്തിലും അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, ഏത് ഉപാസനയാണ് ഏറ്റവും ബെസ്റ്റ്? അത് ഇംപേഴ്സണൽ ബ്രഹ്മനിൽ ഉപാസിക്കുന്നതാണോ, പേഴ്സൺ ഭഗവാനിൽ ഉപാസിക്കുന്നതാണോ, ഏതാണ് ബെസ്റ്റ്? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഭഗവാൻ പറയുന്നുണ്ട്, ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്ത ഹി ഗതിർ ദുഃഖം ദേഹവാപ്തിർ അവാപ്യതി. അതായത് ക്ലേശോ അധികതരസ്തേഷാം, അതായത് ഇംപേഴ്സണൽ ബ്രഹ്മനിൽ നമ്മൾ ധ്യാനിക്കുന്ന വളരെ വളരെ ക്ലേശമാണ്. വോയിഡില് ഒന്നുമില്ല, ഒരു രൂപവുമില്ല, അതിനെങ്ങനെ നമ്മൾ ധ്യാനിക്കുക? അവ്യക്തമായിട്ടുള്ള അതിൽ നമ്മൾ, അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? അങ്ങനെ ഇംപേഴ്സണലിസ്റ്റ് എന്ത് ചെയ്യും? ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു ദീപമോ അവിടെ വെച്ചും അതിൽ ഫോക്കസ് ചെയ്യാൻ പറയും. ഇമാജിനറിയാണ്, അത് ഭഗവാനെന്നല്ല, നമുക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ കാര്യം? എന്നാലും അവർ കൃഷ്ണന്റെ ഫോട്ടോ, കൃഷ്ണന്റെ വിഗ്രഹവും വെക്കില്ല. ആലോചിച്ചു നോക്കും. അവ്യക്ത ഹി ഗതിർ ദുഃഖം, അത് ദുഃഖമാണ്. അവ്യക്തമായിട്ടുള്ള ആ മെഡിറ്റേഷൻ ദുഃഖം മാത്രമേ തരുള്ളൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഭഗവാന്റെ പേഴ്സൺ രൂപത്തിൽ നമ്മൾ ധ്യാനിക്കണം. അല്ലാണ്ട് അവ്യക്തമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനോ അതിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് ഭഗവാനിൽ നമ്മൾ ധ്യാനിക്കണം. അവ്യക്തമായത് ഭഗവാന്റെ ഒരു ശക്തി മാത്രമാണ്. അതിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിന്റെ ഫോക്കസും കിട്ടില്ല, അതിന്റെ റിസൾട്ടും കിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. ക്ലേശമാണെന്ന് പറയുന്നത് അധികം. അവ്യക്താസക്ത ചേതസാം അവ്യക്ത ഹി ഗതിർ ദുഃഖം. നമ്മളെല്ലാം എംബോഡിഡ് ബീയിങ്സ് ആണ്, നമുക്കെല്ലാം ദേഹം ധരിച്ചു വരുന്ന ആൾക്കാരാണ്, സ്ഥൂല ശരീരമുള്ള ആൾക്കാരാണ്. അങ്ങനെ സ്ഥൂല ശരീരമുള്ള ഏതൊരു വ്യക്തിക്കും അവ്യക്തമായിട്ടുള്ള ആ ആസ്പെക്റ്റില് ധ്യാനിക്കുന്നത് വളരെ വളരെ ക്ലേശകരമാണ് എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. അർജുനൻ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട്. സോ ദിസ് അറ്റാച്ച്മെന്റ് ഈസ് കോൾഡ് പരേഷാനുഭാവ, spiritual satisfaction. It is just like the feeling of satisfaction a hungry man has for every morsel of food he eats. വളരെ വളരെ വിശന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഓരോ ദാനയും ഓരോ ചോറിന്റെ വറ്റും അരിമണിയും അത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. വിശപ്പില്ലെങ്കിലോ എത്ര നല്ല ഭക്ഷണം കൊടുത്താലും ശരി, നന്നായിട്ടില്ല പറയും. പക്ഷെ വിശപ്പുണ്ടെങ്കിൽ എല്ലാം നല്ല സ്വാദാണ്. സോ സിമിലർലി ബൈ ഡിസ്ചാർജ് ഓഫ് ഡിവോഷണൽ സർവീസ് വൺ ഫീൽസ് ട്രാൻസെൻഡന്റൽ സാറ്റിസ്ഫാക്ഷൻ
as the mind becomes detached from material objectives. അപ്പോൾ അങ്ങനെ ട്രാൻസെൻഡൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മുടെ ഭക്തിയുടെ സേവനം ചെയ്താൽ. കാരണം നമ്മുടെ മനസ്സ് മെറ്റീരിയൽ മാറ്ററിൽ നിന്ന് ഒബ്ജക്റ്റ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യും. കാരണം നമ്മൾ ഹയർ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ടേസ്റ്റ് വിൽ ടേക്ക് എ ബാക്ക് സീറ്റ് എന്ന് പറയുന്ന പോലെ ഹയർ ടേസ്റ്റിൽ നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളൊന്നും കാര്യമാക്കില്ല. അതിന് നമുക്ക് വേണ്ട. ഭഗവാന്റെ കഥകളിൽ ഭഗവാന്റെ ലീലകളിൽ നമുക്ക് ആ ഒരു രുചി വന്നു കഴിഞ്ഞാൽ സാധാരണ മണ്ടൈൻ ഫിലിംസോ അല്ലെങ്കിൽ സോങ്സോ അതൊന്നും കേൾക്കാനോ കാണാനോ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴാണ് അതിൽ താല്പര്യം വരുന്നത്? ഇതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഇതിൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ, ഇതിൽ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്, നമുക്ക് ജസ്റ്റ് ഉപേക്ഷിക്കാം. ഒരു പ്രശ്നം കൂടാതെ ഉപേക്ഷിക്കാൻ പറ്റും. So it is something like curing a disease by expert treatment and appropriate diet. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ക്യൂറിങ് എ ഡിസീസ്, ഒരു അസുഖം മാറ്റുന്നത് എങ്ങനെ? എക്സ്പേർട്ട് ട്രീറ്റ്മെന്റും അപ്രോപ്രിയേറ്റ്. അപ്പോൾ ട്രീറ്റ്മെന്റും വേണം, അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റും വേണം, രണ്ടും ആവശ്യമാണ്. അപ്പോൾ ഒരു എക്സ്പേർട്ട് ഫിസിഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് ഈ മരുന്ന്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആഹാരത്തിന് മുമ്പോ ശേഷമൊക്കെ കഴിക്കണം ഓരോ ഗുളിക. അതേപോലെ ഭക്ഷണം ഡയറ്റ് കൺട്രോളും വേണം. ഇന്നത് കഴിക്കാൻ പാടും, ഇന്നത് കഴിക്കാൻ പാടില്ല. അപ്പോൾ എക്സ്പേർട്ട് ട്രീറ്റ്മെന്റ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഹിയറിംഗ് ഓഫ് ദ ട്രാൻസൽ ആക്ടിവിറ്റീസ് ഓഫ് ലോർഡ് കൃഷ്ണ ഈസ് ദർ ഫോർ എക്സ്പേർട്ട് ട്രീറ്റ്മെന്റ് ഫോർ ദ മാഡ് മൈൻഡ്. എന്താണ് എക്സ്പേർട്ട് ട്രീറ്റ്മെന്റ്? നാമസങ്കീർത്തനം, ശ്രവണം. ഫോർ ദ മാഡ് മൈൻഡ്, നമ്മുടെ മനസ്സും ഭ്രാന്ത് ഇളകി നടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ശ്രവിക്കുക, ഹിയറിംഗ്, ട്രാൻസെൻഡ് സൗണ്ട് വൈബ്രേഷൻ, ഹരിനാമ കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ആൻഡ് ഈറ്റിംഗ് ദ ഫുഡ് സ്റ്റഫ് ഓഫേർഡ് ടു കൃഷ്ണ ഈസ് ദ അപ്രോപ്രിയേറ്റ് ഡയറ്റ് ഫോർ ദ സഫറിംഗ് പേഷ്യൻറ്റ്. അപ്പോൾ രണ്ടെണ്ണമാണ്. എന്താണ്? ഹിയറിംഗ് ഈസ് ദ എക്സ്പേർട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ഹാവിംഗ് പ്രസാദം ഈസ് ദ അപ്രോപ്രിയേറ്റ് ഡയറ്റ്. നമ്മളൊരു ഫിസിഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്ന അതേ മെഡിക്കേഷൻ തന്നെ. മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും, അത് അവർ പറയുന്ന പോലെ നമ്മൾ കഴിക്കുക. ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറയും, ഇന്നത് കഴിക്കാൻ പാടില്ല, തൈര് കഴിക്കാൻ പാടില്ല, പാല് കഴിക്കാൻ പാടില്ല, മധുരം പാടില്ല എന്നൊക്കെ പറയും. അത് നമ്മൾ ഫോളോ ചെയ്യാം. സോ അവിടെ ട്രീറ്റ്മെൻറ്റുമായി, അതേപോലെ എന്തായി, ഡയറ്റുമായി. ഇപ്പം നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഹരിനാമ കീർത്തനം. നമുക്കുള്ള ഡയറ്റ് എന്താണ്? പ്രസാദം. ഫുഡ് സ്റ്റഫ് ഓഫേർഡ് കൃഷ്ണ ഇസ് ദ അപ്രോപ്രിയേറ്റ് ഡയറ്റ് ഫോർ ദ സഫറിങ്. നമ്മളെല്ലാം സഫറിങ് പേഷ്യൻ്റ് ആണ്, സ്പിരിച്വലി, നോട്ട് മെറ്റീരിയലി. വി ആർ ഓൾ സഫറിങ് സ്പിരിച്വലി. കാരണം നമുക്ക് അതിന് ടേസ്റ്റ് വന്നിട്ടില്ല. വി ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, വി ആർ നോട്ട് ഇൻക്ലൈൻഡ് ഫോർ ദാറ്റ്. അപ്പോൾ അതിന് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ ശുശ്രൂഷിക്കുകയാണ്. ആര്? ഹോസ്പിറ്റലല്ല, സ്പിരിച്വൽ ഹോസ്പിറ്റൽ. എന്താണ് സ്പിരിച്വൽ ഹോസ്പിറ്റൽ? ടെമ്പിൾ. എങ്ങനെ സാധാരണ ആശുപത്രിയിലെ രോഗികൾ പോയിട്ട് അവരെ സുഖപ്പെടുത്തി വരുന്നു, അതേപോലെ നമ്മളുടെ ഈ മനസ്സാകുന്ന ആ ചഞ്ചലമായി നിൽക്കുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനുള്ള ഹോസ്പിറ്റലാണ് ടെമ്പിൾസ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ ഹോസ്പിറ്റൽ. അവിടെ വ്യത്യസ്തമായിട്ടുള്ള രോഗികൾ വരും. എങ്ങനെ മറ്റു ആശുപത്രിയിലെ വ്യത്യസ്തമായിട്ടുള്ള പനി, ചുമ ഒക്കെ, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, മറ്റേത് മറിച്ച് ചെറിയ തോതിലുള്ള അസുഖം, വലിയ തോതിലുള്ള അസുഖം, അങ്ങനത്തെ ആൾക്കാർ. അതേപോലെ ഇവിടെയും നമ്മുടെ സ്പിരിച്വൽ ഹോസ്പിറ്റലും അതേ തരത്തിലുള്ള അവബോധത്തിലുള്ള ആൾക്കാർ വരും. അപ്പോൾ അവരെല്ലാം ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നാമസങ്കീർത്തനം. അവർക്കുള്ള ഡയറ്റാണ് പ്രസാദം. ഇത് രണ്ടും കൊണ്ട് ഏതൊരു വ്യക്തിയെയും ഒരു ശുദ്ധഭക്തനായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ വി ഷുഡ് ഓൾവേസ് വിസിറ്റ് ദ സ്പിരിച്വൽ ഹോസ്പിറ്റൽ ടു ക്യൂർ അവർ ഡിസീസ്. നമ്മൾ മറ്റ് സാധാരണ അസുഖം, ശരീരത്തിന് വരുന്ന അസുഖം ട്രീറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ മനസ്സിന് വരുന്ന അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പിരിച്വൽ ഹോസ്പിറ്റലിൽ പോകണം. ആൻഡ് സ്പിരിച്വൽ ഹോസ്പിറ്റൽ ഈസ് ടെമ്പിൾ.
അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞ കോൺഗ്രിഗേഷൻ, അസോസിയേഷൻ, ഡിവോട്ടി അസോസിയേഷൻ, ഇതെല്ലാം സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റും ഡയറ്റും. സോ ദിസ് ട്രീറ്റ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഇതാണ് കൃഷ്ണ കോൺഷ്യസ്നസിന്റെ പ്രോസസ്, ഈ ട്രീറ്റ്മെന്റ്. ഇതുകൊണ്ട് നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും. മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. മനസ്സിനെ ഹയർ ആക്ടിവിറ്റീസിൽ, സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഭൗതിക തലത്തിലുള്ള ആ അറ്റാച്ച്മെന്റ് ഇല്ലേ, ഭൗതിക തലത്തിലുള്ള ആസ്വാദനത്തിനുള്ള അറ്റാച്ച്മെന്റിനോട് നമുക്ക് പതുക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതേ അറ്റാച്ച്മെന്റ് നമുക്ക് സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവ की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेम हरि बोल. സോ ടെക്സ്റ്റ് 36 അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും